പ്രതിഷേധം ഇരമ്പി മുതലപ്പൊഴിയിൽ നിന്ന് കാണാതായ മത്സ്യത്തൊഴിലാളി ഷിജിനായുള്ള തെരച്ചിൽ നടക്കുന്നില്ലെന്നാരോപിച്ച് ഷിജിന്റെ ഭാര്യയും മക്കളും റോഡ് ഉപരോധിച്ചു. കനത്ത മഴയത്ത് നടത്തിയ പ്രതിഷേധം മണിക്കൂറുകൾക്ക് ശേഷമാണ് താൽക്കാലികമായി അവസാനിപ്പിച്ചത്. മന്ത്രി CP ജോൺ നേരിട്ട് വന്ന് കാണുമെന്ന ഉറപ്പിന്മേലാണ് താൽക്കാലികമായി സമരം അവസാനിപ്പിച്ചത്. 8 ദിവസം പിന്നിട്ടിട്ടും ഷിജിന്റെ കാര്യത്തിൽ കൃത്യമായ വിവരം ലഭിക്കാത്ത സാഹചര്യത്തിൽ കൂടിയായിരുന്നു പ്രതിഷേധം. കനത്ത മഴയത്തും മുതലപ്പൊഴിയിൽ കാണാതായ ഷിജിന്റെ ഭാര്യ സ്റ്റെജിയും 2 മക്കളുമടക്കം 25തിരുവനന്തപുരം. വിഴിഞ്ഞത്ത് മത്സ്യബന്ധനത്തിനിടെ കാണാതായ മത്സ്യത്തൊഴിലാളി ജോണിനെ കണ്ടെത്താനുള്ള തെരച്ചിൽ 8ാം ദിവസവും തുടരുന്നതിനിടെ രക്ഷാപ്രവർത്തനം കാര്യക്ഷമമല്ലെന്ന ആരോപണവുമായി കുടുംബം രംഗത്തെത്തി. തെരച്ചിൽ തൃപ്തികരമല്ലെന്നും ബന്ധപ്പെട്ട വകുപ്പുകൾ സമയോചിതമായി ഇടപെട്ടില്ലെന്നും ജോണിന്റെ മകൾ ജിജി ആരോപിച്ചു. അപകടം നടന്ന 8 ദിവസം പിന്നിടുമ്പോഴും ജോണിനെ കുറിച്ച് വിവരമില്ല. ആദ്യഘട്ടത്തിലെ തിരച്ചിൽ കാര്യക്ഷമമായി നടന്നിരുന്നുവെങ്കിൽ അച്ഛനെ കണ്ടെത്താമായിരുന്നുവെന്നാണ് മകളുടെ ആരോപണം. ഇതുവരെ നടന്ന തെരച്ചിൽ ഫലപ്രദമല്ലെന്നും 2 എയർക്രാഫ്റ്റ് ഉപയോഗിച്ച് വെറും 1.5 മണിക്കൂർ മാത്രമാണ് പരിശോധന നടത്തിയതെന്നുമാണ് വിമർശനം. ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ ഇവിടെ നടക്കുകയാണ്. ഒരാൾ അപകടത്തിൽപ്പെട്ടു. 8 ദിവസം കഴിഞ്ഞിട്ടാണോ നിങ്ങളുടെ സിസ്റ്റം ഇതിനെ കാര്യക്ഷമമാക്കേണ്ടത്? അപകടത്തിന് ശേഷം ഫിഷറീസ് മന്ത്രി തിരിഞ്ഞു നോക്കിയില്ലെന്ന ആരോപണവും ശക്തമാണ്. ഫിഷറീസ് വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് യാതൊരു പ്രതികരണവും അല്ലെങ്കിൽ യാതൊരു ഫോൺ കോളുകളും ഞങ്ങൾക്കുണ്ടായിട്ടില്ല. എനിക്കൊരു സഹോദരനുണ്ട്, അവനെ കോൺടാക്ട് ചെയ്തത് ADയും DDയുമാണ്. മുഖ്യമന്ത്രിയുടെ പരാമർശവും മത്സ്യത്തൊഴിലാളി സമൂഹത്തെ വേദനിപ്പിച്ചതായി ജിജി പ്രതികരിച്ചു. അതേസമയം ജോണിനു വേണ്ടിയുള്ള തെരച്ചിൽ വിഴിഞ്ഞത്ത് തുടരുകയാണ്. ബിഗ് TV തിരുവനന്തപുരം. Big TV, without fear or favor.